ചെന്ന ആ ദിവസം അവിടെ ഒരു ഗ്രീക്ക് ടീമാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതുകൂടാതെ തന്നെ തായ് ഫുഡ് ഉണ്ട്, ചൈനീസ്, സൂഷി, ഡെസേർട്സിനൊന്നും കുറിച്ചിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം ഏത് കളറാണ് നമ്മൾ ചൂസ് ചെയ്യുക. അത്രയും വെറൈറ്റി ഓഫ് പുഡിങ്ങും ഡെസേർട്ടും ഐസ്ക്രീമും. നമ്മളെല്ലാവരും ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ കയറിയ പോലെ എന്തെടുക്കാന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. മെയിൻ കോഴ്സിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ ഈ സീ ഫുഡ് മിക്സ്. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിന്റെ ഓയിസ്റ്റേഴ്സ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയി. ഇന്ത്യൻ ഫുഡും അത്ര മോശമൊന്നും ആയിരുന്നില്ല. എല്ലാവരും ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. ബട്ട് ഇതുവരെ കാണാത്ത ഒരുപാട് ഫുഡുകളുണ്ടായിരുന്നു, കഴിക്കാത്ത. അത് ട്രൈ ചെയ്യണമെന്നായിരുന്നു നമ്മളെല്ലാവർക്കും ആഗ്രഹം. അപ്പം നമ്മളെ ഫുഡ് നമ്മൾ ഓൾറെഡി കുറെ ടേസ്റ്റ് ചെയ്ത് അതിന്റെ ഏകദേശം രൂപവും ഭാവമൊക്കെ നമുക്ക് അറിയാലോ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഉള്ള ഫുഡ് ഇഷ്ടമുള്ള അളവിൽ, അതായത് ആവശ്യത്തിന് ഫുഡ് കഴിക്കുക, അത് നല്ല ഫ്രഷ് ആയിട്ട് ഹോട്ടായിട്ട് കഴിക്കാൻ എല്ലാവർക്കും പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു. ചില സാലഡ്സിന്റെ പേരൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എനിവേസ് അതൊക്കെ എങ്ങനെ കഴിക്കാന്നൊന്നും അറിയില്ലായിരുന്നു. ബട്ട് ഞാനൊരു എയിമിന് അതൊക്കെ എടുത്ത് കഴിച്ചു, ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്ന് വെച്ചാൽ അത് സ്റ്റാർട്ടേഴ്സ് ആണ്. സ്റ്റാർട്ടേഴ്സ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്റെ ഫേവറേറ്റ് അവിടുത്തെ ടെമ്പറ പ്രോൺസ് ആണ്. സൂഷിയിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഏബാടെയും സനാടെയും ഫേവറേറ്റ് ആണ്. അവരത് എൻജോയ് ചെയ്തു. എനിക്ക് പേഴ്സണലി സൂഷി അത്ര ഇഷ്ടമല്ല. പിന്നെ നല്ലൊരു സ്വീറ്റ് കോണിന്റെ സൂപ്പ് ഉണ്ടായിരുന്നു, അതും സൂപ്പർ ആയിരുന്നു. പിന്നെ ലൈവ് ബാർബിക്യൂ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള, അതായത് അവർ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷോ അല്ലെങ്കിൽ മീറ്റോ ഏത് വേണമെങ്കിലും നമ്മൾ ചൂസ് ചെയ്താൽ അവരത് ബാർബിക്യൂ ചെയ്തു തരും. അതുകൂടാതെ തന്നെ പാസ്ത, ലസാനിയ. ചൈനീസിലാണെങ്കിൽ നൂഡിൽസിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ്, ഡോണേഴ്സ് ഉണ്ടായിരുന്നു. തായ് ഒരു ബ്രെഡ് ഉണ്ടായിരുന്നിട്ട് അത് മിസ്സായി പോയി. അത് നമുക്ക് കിട്ടിയില്ല. നമ്മള് വേറെയുള്ള സ്ഥലത്തൊക്കെ വായി നോക്കിയപ്പോ അത് പോയി. പിന്നെ ചില്ലി ചിക്കൻ ആയിരുന്നു എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. ചില്ലി ചിക്കൻ ഞാൻ ഇതുവരെ കാണാത്തൊരു ചില്ലി ചിക്കൻ, അതായത് നമ്മളെ സങ്കല്പത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആയിരുന്നു അവിടെ. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് പോയി കഴിക്കുന്നത് ഒരു രസമാണ്, എസ്പെഷ്യലി വിത്ത് അവർ ലവ്ഡ് വൺസ്. ബട്ട് വെജിറ്റേറിയൻസിനാണെങ്കിൽ അവിടെ വെജിറ്റേറിയൻ ഫുഡ് ഓപ്ഷൻസ് വളരെ കുറവുള്ളത് പോലെ എനിക്ക് തോന്നി. എനിവേസ് ഇതിന്റെ ഫുൾ താങ്ക്സ് ഞാൻ ഉപ്പാക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഫുൾ ക്രെഡിറ്റ്. അതായത് ഇത്രയും ആൾക്കാരെ ഹാപ്പി ആക്കിയത്. ഉപ്പ ഈ ഒരു റെസ്റ്റോറന്റ് ചൂസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഉപ്പാനെ നെഗറ്റീവ് ഇൻഫ്ലുവൻസിലൂടെ തളർത്താൻ ശ്രമിച്ചു. പക്ഷെ ഉപ്പ അതൊക്കെ തരണം ചെയ്ത് ഒരൊറ്റ മൈൻഡിൽ ഇത് ഇവിടുത്തെ ഫുഡ് ഞാൻ കഴിപ്പിക്കും എന്നുള്ള തീരുമാനം എടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഫുൾഫിൽഡ് ആയിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ഓക്കെ, ബൈ, സീ യു.